നമസ്കാരം. തിരുവനന്തപുരം മെട്രോ എത്തിയില്ല. അതിനു മുമ്പേ തുടങ്ങിക്കഴിഞ്ഞു അതിനെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനകൾ. മെട്രോ എന്നും തിരുവനന്തപുരത്തിന് ആവശ്യമില്ല, അല്ലെങ്കിൽ മെട്രോ കൊണ്ടൊന്നും ഒരു ഗുണവും ചെയ്യില്ല എന്നുള്ളതൊക്കെയാണ് വാദങ്ങൾ. എല്ലാം വിശദമായി നോക്കാം ഈ വീഡിയോയിലൂടെ. തിരുവനന്തപുരം മെട്രോ പദ്ധതിയുടെ DPR DMRC അഥവാ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ഈ ജൂണിൽ സമർപ്പിക്കാനിരിക്കുകയാണ്. ഡിസംബർ 2023 ഇതിന്റെ ഫീൽഡ് സർവേ പൂർത്തിയാക്കിയിരുന്നത്. അതനുസരിച്ച് പദ്ധതി ചെലവായി കണക്കാക്കിയിരിക്കുന്നത് 11,560 കോടി രൂപയാണ്. വിഴിഞ്ഞം പദ്ധതി മറ്റും പരിഗണിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായേക്കാവുന്ന മാറ്റങ്ങൾ കണക്കിലെടുത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഒരു മെട്രോ പദ്ധതി വരുന്നതിനോട് സംസ്ഥാന സർക്കാർ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. തിരുവനന്തപുരത്തെ മെട്രോ പദ്ധതി 2 ഇടനാഴികൾ അടങ്ങിയതായിരിക്കും. ഒന്നാമത്തേത് ടെക്നോസിറ്റി മുതൽ പള്ളിച്ചൽ വരെയും രണ്ടാമത്തേത് കഴക്കൂട്ടം മുതൽ കിള്ളിപ്പാലം വരെയും. 30.8 കിലോമീറ്റർ ആയിരിക്കും ആദ്യ ഇടനാഴിയുടെ നീളം. ഇതിൽ 25 എലവേറ്റഡ് സ്റ്റേഷനുകളും ഉൾപ്പെടും. രണ്ടാമത്തേതിന് 15.9 കിലോമീറ്റർ ആയിരിക്കും നീളം. ഇതിൽ 13 സ്റ്റേഷനുകളായിരിക്കും ഉണ്ടാവുക. ഇതിൽ 11 എലവേറ്റഡും 2 അണ്ടർഗ്രൗണ്ട് ആയിരിക്കും. അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻ നിശ്ചയിച്ചിരിക്കുന്നത് ഈസ്റ്റ് ഫോർട്ടിലും കിള്ളിപ്പാലത്തുമാണ്. സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചതിന് ശേഷം DPR KMRL അഥവാ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് സമർപ്പിക്കും. ഇനി ഈ പദ്ധതിയെ എതിർക്കുന്നവരുടെ വാദങ്ങൾ പരിശോധിക്കാം. സംസ്ഥാന ഗതാഗത വകുപ്പിലെ ഒരു ഉന്നതൻ പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിന് ഇത്തരം പദ്ധതികൾ ആവശ്യമില്ല എന്നതാണ്. ഒന്നാമതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് കഴക്കൂട്ടത്തുനിന്ന് കിള്ളിപ്പാലം വരെ ഒരു സർവീസ് നടത്തിയാലും അതിൽ യാത്രക്കാർ കുറവായിരിക്കും എന്നുള്ളതാണ്. കഴക്കൂട്ടം എന്നുള്ളത് ഒരു IT ഹബ്ബാണ്. അവിടെ പണിയെടുക്കുന്നവരിൽ ഭൂരിഭാഗം പേരും അവിടെ തന്നെ താമസിക്കുന്നവരാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിൽ സർക്കാർ ചെയ്യേണ്ടത് KSRTC അടക്കമുള്ള പൊതുഗതാഗതത്തെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. മെട്രോ പോലുള്ള ഒരു പദ്ധതിക്ക് ഇപ്പോൾ പണം ചെലവാക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ ധനസ്ഥിതിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറിച്ച് KSRTCയെ വിപുലപ്പെടുത്തിയാൽ സാധാരണക്കാർക്ക് കൂടുതൽ പ്രയോജനമാകും എന്നൊക്കെയാണ് വിലയിരുത്തൽ. ഇതിന് ഉപോൽഫലമായി ചില കണക്കുകളും പുറത്തുവിട്ടിട്ടുണ്ട്. 2022-23 സാമ്പത്തിക വർഷം മാത്രം തിരുവനന്തപുരം ജില്ലയിൽ 1.7 കോടി യാത്രക്കാർ KSRTC ബസ് ഉപയോഗിച്ചു എന്നാണ് കണക്ക്. സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ച് എന്ന സ്ഥാപനത്തിന്റെ ചെയർമാനും ഈ മെട്രോ പദ്ധതിയെ എതിർക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായം ചെന്നൈയിലെയും മുംബൈയിലെയും ഒക്കെ പോലെ ഇവിടെയും സബർബൻ ട്രെയിൻ സർവീസ് നടത്തണമെന്നതാണ്. തിരുവനന്തപുരത്തെ കൊച്ചുവേളിയെ ഇതിന്റെ ഒരു ഹബ്ബായി ഉപയോഗിക്കുകയും ചെയ്യാം. സബർബൻ റെയിൽ സർവീസ് ആവുമ്പോൾ ഭാവിയിൽ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് വന്നേക്കാവുന്ന ചരക്ക് ഗതാഗതത്തെയും സഹായിക്കും. മെട്രോ ട്രെയിൻ സർവീസ് കൊണ്ട് ചരക്ക് ഗതാഗതത്തിന് ഒരു സഹായവും ലഭിക്കില്ല. നയരൂപീകരണ വിദഗ്ധനും പരിസ്ഥിതിവാദിയുമായ മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥനും മെട്രോ പദ്ധതിയെ എതിർക്കുന്നുണ്ട്. അദ്ദേഹവും റോഡ് ഗതാഗതത്തിനാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മെട്രോ പദ്ധതി എന്നുള്ളത് വെറും ഒരു രാഷ്ട്രീയ താൽപര്യം മാത്രമാണ്. ഓരോ നഗരത്തിന്റെയും ആവശ്യകത അനുസരിച്ചായിരിക്കണം ആ നഗരത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത്. അദ്ദേഹം ആവശ്യപ്പെടുന്നത് മുടങ്ങിക്കിടക്കുന്ന റോഡ് പദ്ധതികൾ, അതായത് ഔട്ടർ റിംഗ് റോഡ് പോലുള്ള പദ്ധതികൾക്ക് മുൻഗണന നൽകി എത്രയും വേഗം ഈ പണികൾ ആരംഭിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുമ്പോഴും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള ഒരു ട്രാം സർവീസ് ആരംഭിക്കുന്നതിനെക്കുറിച്ചും KMRLന്റെ പരിഗണനയിൽ ഉണ്ട്. എത്ര റോഡ് വികസിപ്പിച്ചാലും തിരുവനന്തപുരം പോലുള്ള ഒരു നഗരത്തിൽ ഗതാഗതക്കുരുക്ക് ഒഴിയില്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് ഉചിതമായ ഒരു തീരുമാനം എടുക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.